നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ KPCCയുടെ തലപ്പത്ത് ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും. നിലവിൽ സണ്ണി ജോസഫാണ് KPCC അധ്യക്ഷൻ. ഇപ്പം കുറേ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയ സ്ഥിതിക്ക് എന്തായാലും അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ഉള്ളത്, സണ്ണി ജോസഫിന് മന്ത്രിയാവണമെന്നാണ് ആഗ്രഹം. അപ്പം എന്തായാലും ഇവിടെ ഒരു അഴിച്ചുപണി നടക്കും. അപ്പം അങ്ങനെ ഒരു അഴിച്ചുപണി നടന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് പദവിയിൽ യുവത്വത്തിന് പ്രാധാന്യം നൽകണമെന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. AICCയുടെ അഭിപ്രായം ഇത് തന്നെയാണ്. അപ്പോൾ ആർക്കൊക്കെ ആയിരിക്കും സ്കോപ്പ്? നമ്മൾ ചാൻസുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ UDF അധികാരത്തിലെത്തും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം UDFന് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഒരു വലിയ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത് അറിയാം. നമുക്ക് കേരളത്തിൽ ഏറ്റവും അധികം സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ യശ്വന്ത് ദേശ്മുഖിൻ്റെ ഇത് എടുത്ത് വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഒരു വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതായത് ഒരു ഭരണവിരുദ്ധ വികാരമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് മാത്രമല്ല, സ്ത്രീകളുടെ വോട്ട് കൃത്യമായി ഒരു ഇടതുപക്ഷ അനുഭാവത്തോടു കൂടി തന്നെ വീണിട്ടുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. ഈ സി വോട്ടർ സർവേയുടെ ഇതാണ് ഈ പറഞ്ഞ യശ്വന്ത് ദേശ്മുഖ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ കിടപ്പുണ്ട്. ഒരു നേരിയ മാർജിനിലെങ്കിലും ഇടതുപക്ഷം വിജയിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെയാണെങ്കിലും ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഒരു മുന്നണിയും വിജയിക്കാനുള്ള സാധ്യത നിലവിലില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും ജയിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നൊരു ഘടകമല്ലേ. അപ്പൊ ജയിക്കട്ടെ ആദ്യം. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, ജയിക്കുകയാണെങ്കിൽ. അതാ ഞാൻ പറയുന്നത്, ജയിക്കട്ടെ ആദ്യം. ഇവര് UDF അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയട്ടെ. ഈ UDF അധികാരം ഇനിയിപ്പം സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം UDF ഇനിയിപ്പോൾ അധികാരത്തിൽ വന്നാലും ശരി ഇല്ലെങ്കിലും ശരി, രണ്ടാണെങ്കിലും സണ്ണി ജോസഫിന്റെ കസേര തെറിക്കുക എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒന്നാമത്തെ കാര്യം, സണ്ണി ജോസഫിനെ അത്ര പിന്നെ ഹൈക്കമാൻഡ് അത്ര പിടിച്ച ആളൊന്നുമല്ല. സണ്ണി ജോസഫ് തന്നെയല്ല, ഹൈക്കമാൻഡിന്റെ അടുക്ക ഒരു സ്വാധീനം ചെലുത്താൻ പറ്റിയ ഒരു ശക്തിയായി സണ്ണി ജോസഫ് മാറിയിട്ടില്ല എന്നുള്ളതും വസ്തുതപരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിനെ ഇനി ആ സ്ഥാനത്ത് തുടരണോ? തന്നെയല്ല, എന്ത് നേട്ടം ഉണ്ടായി സണ്ണി ജോസഫ് പിന്നെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം? കോൺഗ്രസിനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ UDFന്റെ ഒരു സംവിധാനം വർക്ക് ചെയ്ത പോലെയൊന്നുമല്ല. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UDF എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രവർത്തനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മുടെ ഈ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ടൊരു 3 മാസം മുൻപ് മുതലായിരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു 3 മാസം മുൻപെടുത്ത് നോക്കിക്കോളൂ. ഇപ്പം ഒരു ഡിസംബർ മാസം അല്ലെ ജനുവരി മാസത്തോടു കൂടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുക. അതിനു മുൻപ് വരെ അങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നില്ല, നിർജീവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ എവിടെ എടുത്ത് നോക്കിക്കോളൂ. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ എവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അതുകൊണ്ടല്ലേ PJ കുര്യന് പരസ്യമായിട്ട് ഒരു വേദിയിൽ നിന്ന് പറയേണ്ടി വന്നത്. 10 പേരെ കൂട്ടാൻ കഴിയാത്ത ഒന്നാണ് പിന്നെ പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ എല്ലായിടത്തെയും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ എവിടെയാണ് ഈ യൂത്ത് കോൺഗ്രസ് കൃത്യമായി പ്രവർത്തിച്ചിട്ടുള്ളത്? എവിടെയെങ്കിലും ഒരു സമൂഹത്തിന് ആവശ്യമുള്ള ഒരു മേഖലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്ന ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തം. ആ ദുരന്തമുഖത്ത് ആ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആ കേടുപാട് സംഭവിച്ച വീടുകളിലേക്ക് വൃത്തിയാക്കലിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമായിട്ട് അവിടെ പോയിരിക്കുന്ന DYFIയുടെ ബ്രിഗേഡുകളാണ്. DYFIക്കാരാണ് അവിടെ ഇറങ്ങുന്നത്. DYFIക്കാർ എന്തിനാണ് ചെയ്യുന്നത്? എനിക്കിപ്പോഴും തോന്നിയൊരു സംശയമാണ്. DYFI എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? DYFIയുടെ പിന്നെ യഥാർത്ഥ സംഘടനയായ CPM അവരുടെ മുതിർന്ന സംഘടനയാണ്. ആ സംഘടന അധികാരത്തിൽ ഇരിക്കുകയല്ലേ. CPM ഇടതുപക്ഷം അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് DYFI എന്തിനാ വീണ്ടും ഈ പറയുന്ന പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത്? ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞുകൊണ്ട് പൊതിച്ചോറ് വിതരണം നടത്തുന്നുണ്ട്. എന്തിനാണ് DYFI അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ കയ്യിലല്ലേ അധികാരം ഇരിക്കുന്നത്. അവരുടെ കയ്യിൽ അധികാരം ഇരിക്കുന്ന സമയത്ത് പ്രവർത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല DYFIക്ക്. അല്ലെ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്തല്ലേ മുണ്ടക്കയിലും ചൂരൽമലയും ഉരുളുപൊട്ടുന്നത്. അവിടെ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ മുൻനിരയിൽ നിന്നത് DYFI പ്രവർത്തകരല്ലേ. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതേസമയം അവിടെ ചെല്ലുന്ന പ്രതിപക്ഷ നേതാവിന്റെ കൂടെ നിൽക്കുകയായിരുന്നു അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അവിടുത്തെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ പാർട്ടിയുടെ അവിടുത്തെ നേതാവ് മമ്മൂട്ടിയായിട്ട് തന്നെ പ്രശ്നം ഉണ്ടായ. അപ്പോൾ ഷുക്കൂറോ അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പം വിട്ടുപോയി. അപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുകയാണ്.
അദ്ദേഹം അവിടെ നിൽക്കുക, അവിടെ ദുരന്തമുഖത്ത് ഈ ഡിവൈഎഫ്ഐയുടെ ടീഷർട്ട് ഇട്ടുകൊണ്ട് അവിടെ നിന്ന് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ആ സമയത്ത് ഖദർ ഷർട്ട് ഇട്ടുകൊണ്ട് മറ്റേ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് വി ഡി സതീശന്റെ കൂടെ അവിടെ സന്ദർശനത്തിൽ എത്തുന്നത്. എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പറയുന്ന കോൺഗ്രസിന്റെ സംവിധാനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിന് 2-3 മാസം മുൻപ് മാത്രമായിരിക്കും വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഇടതുപക്ഷം അങ്ങനെയല്ല. അവിടെയാണ് അതിൻ്റെ ഒരു മാറ്റം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചലിപ്പിക്കാൻ കഴിയാത്ത കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ എല്ലാ ഘട്ടത്തിലും ചലിപ്പിക്കാൻ കഴിയാത്ത ഒരു KPCC അധ്യക്ഷന് അവിടെ ഇരിക്കാൻ യോഗ്യതയില്ല. അങ്ങനെ ഇരിക്കാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ചലിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് സണ്ണി ജോസഫ് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടന്നാലും ശരി, ജയിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, സണ്ണി ജോസഫ് ആ സ്ഥാനത്ത് ഉണ്ടാവില്ല. ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാവാൻ വേണ്ടി, സണ്ണി ജോസഫ് സ്വാഭാവികമെന്നോണം KPCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കണം. പകരം ആര് വരും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സണ്ണി ജോസഫ് മാറിക്കഴിഞ്ഞാൽ ആര് വരും? ബെന്നി ബെഹനാനാണ് കുറെ കാലമായിട്ട് ഇതിനു വേണ്ടി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ബെന്നി ബെഹനാൻ അവിടെ സാധ്യതയുണ്ട്. ഇവര് സാമുദായിക സമവാക്യങ്ങളാണ് നോക്കുന്നത്. ഒരു ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രി ആയാൽ ആ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം, താക്കോൽ സ്ഥാനം എന്ന് പറയും, ആ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു താക്കോൽ സ്ഥാനം മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ ഏൽപ്പിക്കണം, സഭക്കാരനെ ഏൽപ്പിക്കണം. അതിന്റെ ഭാഗമായിട്ട് ബെന്നി ബെഹനാനായിരിക്കും നെറുക്ക് വീഴുന്നത്. അദ്ദേഹം ഈ KPCC അധ്യക്ഷന്റെ കുപ്പായം തയ്പ്പിച്ചൊക്കെ വെക്കാൻ തുടങ്ങിയിട്ട് കാലം അറിയോ? കെ സുധാകരൻ രാജിവെച്ച കാലം മുതൽ നോക്കിക്കൊണ്ടിരിക്കുക, ഇപ്പൊ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടായില്ല. പക്ഷേ ബെന്നി ബെഹനാനെ സംബന്ധിച്ചിടത്തോളം 10-74 വയസ്സുണ്ട്. അത്രയും പ്രായമുള്ള ഒരാളെ 74 വയസ്സെന്ന് പറഞ്ഞാൽ ഇവിടെ CPM-നകത്തും ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് സാധ്യതകൾ, അവർ രാഷ്ട്രീയ റിട്ടയർമെന്റ് ആണ്, പൊളിറ്റിക്കൽ റിട്ടയർമെന്റിലേക്ക് പോയി. ആ സാഹചര്യത്തിൽ ബെന്നി ബെഹനാനെ പിടിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് മലമറിക്കാനാണ്? അവിടെ 74 വയസ്സുള്ള ഒരാൾ അവിടെ കൊണ്ടുവരുത്തിട്ട് യൂത്ത് കോൺഗ്രസിലുള്ളവരുടെ പ്രായം അത് തന്നെ അവരുടെ കണക്ക് അങ്ങനെയാണല്ലോ. 54 വയസ്സുള്ള യൂത്ത് കോൺഗ്രസ്സുകാരനും 48 വയസ്സുള്ള KSUകാരനുള്ള നാടല്ലേ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ബെന്നി ബെഹനാന് ഒരുപക്ഷെ അവിടെ നോട്ടം ഉണ്ടാവും. അപ്പൊ ബെന്നി ബെഹനാനെ മാറ്റി പകരം റോജി എം ജോണിനെ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീക്കം നടക്കുന്നതായിട്ടാണ് അറിവ്. റോജി എം ജോണൊക്കെ ചിലപ്പോ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം. ഇനി അതല്ല, ഇതിനേക്കാൾ അധിക രസം എന്താണെന്നറിയോ? ഇയാൾക്കൊരു നോട്ടമുണ്ട് ഷാഫി പറമ്പിലിന്. ഷാഫി ഇപ്പം വയസ്സാണ്, അവിടുത്തെ ഉപാധ്യക്ഷനാണ്. അപ്പം ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഷാഫിക്ക് ഇതൊരു കീ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു താക്കോൽ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിൽ ഉള്ള, കാരണം എന്താ, യൂത്ത് ചെറുപ്പക്കാരനാണ്, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഘടകങ്ങൾ ഷാഫി പറമ്പിലിന് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ തുടങ്ങി വലിയ ചർച്ചകളിലേക്ക് പോകുന്ന അടുത്ത അടി നടക്കാനിടയുള്ള തെരഞ്ഞെടുപ്പായിരിക്കും KPCC അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ്. ആന്റണി, രാഹുൽ, മറ്റേ അടൂർ പ്രകാശും ഒക്കെ വരുന്നുണ്ടല്ലോ. അടൂർ പ്രകാശിന് ഈഴവ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ട്. അടൂർ പ്രകാശ് 10-70 വയസ്സായില്ലെന്നേ. അടൂർ പ്രകാശ് തന്നെയല്ല, ഹെൽത്ത് അത്ര നല്ല കണ്ടീഷനിലൊന്നും അല്ല അടൂർ പ്രകാശ് നിൽക്കുന്നത്. അടൂർ പ്രകാശിനെ ഇനി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അടൂർ പ്രകാശിനെ കൊണ്ട് ഒരു കാര്യമില്ല. മോഹങ്ങൾ തന്നെ ഇനിയിപ്പം മരവിച്ച മോഹങ്ങളോട് നടക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. കാര്യം അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു അംഗത്തിന് ബാല്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്രയും പ്രായമായി. തന്നെയല്ല, ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ പേര് സ്വർണ്ണക്കൊള്ള കേസിന്റെ ഒക്കെ ഒരു സാധനം അദ്ദേഹത്തിന്റെ പേരിൽ കിടപ്പുണ്ട്. അദ്ദേഹം ഹൈക്കമാൻഡ് സമ്മതിക്കില്ല. കാരണം സ്വന്തം അമ്മയെ പോലും ഈ പറയുന്ന പോലെ രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ BJP-കാർക്ക് പിച്ചു ചീന്താൻ ഇട്ട് കൊടുത്ത ഒരാളാണ് ഈ അടൂർ പ്രകാശ്. ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചു. പിന്നെ ആന്റോ ആന്റണിയുടെ കാര്യം, ആന്റോ ആന്റണി പത്തനംതിട്ട MP ആണ്. ഈ പത്തനംതിട്ട MP ആയിരിക്കുന്ന ആന്റോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ഒറ്റ സീറ്റ് പോലും പത്തനംതിട്ടയിലില്ല കോൺഗ്രസിന്. തകർന്ന് തരിപ്പണമായി കിടക്കുകയാണെന്നേ. ആ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന പത്തനംതിട്ടയിലെ MP-യെ പിടിച്ചിട്ട് KPCC അധ്യക്ഷനാക്കൂ? എന്തും മണ്ടത്തരമായിരിക്കും. തന്നെയല്ല, ഈ പറയുന്ന തിരുവല്ലയിൽ എങ്ങാണ്ടുള്ള ഒരു ഫിനാൻസ് കമ്പനിയായിട്ട് ചേർന്ന് 2-2.5 കോടി രൂപ ഇയാളുടെ ആണെന്നും തന്ത്രിയുടെ ആണെന്നും ഇനിയല്ല അങ്ങനെയല്ല തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നൊക്കെ പറഞ്ഞ് അടിച്ചു മാറ്റി ആ പേര് ദോഷത്തിലൂടെ നിൽക്കുന്ന ഒരാളാണ്. ഇതിൽ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിൽ ആര് ആയിക്കഴിഞ്ഞാലും ഇവരുടെ യഥാർത്ഥ പിക്ചർ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഒരുപറ്റം ആളുകൾ പിന്നിലുണ്ട്. കാരണം ഇപ്പം ഇത് ഞാൻ പറഞ്ഞത് CPM-നകത്തുണ്ട്, അത് വേറൊരു കാര്യം. ഇവിടുന്ന് CPM-ലെ DVFI-ക്കാർ ഇതെല്ലാം ചകഞ്ഞ് പുറത്തിടും. അടൂർ പ്രകാശ് ആയി കഴിഞ്ഞാലും ഈ പറയുന്ന സണ്ണി ജോസഫ് ആരായാലും ചകഞ്ഞ് പുറത്തിടും എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ ആദ്യം ചെയ്യുന്നത് സൈബർ കൊങ്ങികളായിരിക്കും. എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിൽ നിന്നായിരിക്കും മിക്കവാറും ഈ ആര് വന്നാലും. ഇപ്പം വേറെ ഒരാൾ വന്നു കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും സൈബർ ടീം മൊത്തം കൈയിരിക്കുന്നതാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ ഇഷ്ടമില്ലാത്ത ഒരാളാണ് KPC അധ്യക്ഷനായെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ ഈ KPC അധ്യക്ഷനെ എങ്ങനെ വീഴ്ത്താം എന്നതിനെ കുറിച്ചുള്ള ഫുൾ പ്ലാൻ, ഒരു ബ്ലൂ പ്രിന്റ് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് അവരുടെ നേച്ചറാണ്. പിന്നെ ഇനിയിപ്പം മുഖ്യമന്ത്രി ആവുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ MLA എല്ലാവരോട് ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവും. ഇനി അതല്ല, ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് MLA ശരിക്കും KC വേണുഗോപാൽ നോമിനി, അത് മനഃപൂർവ്വം ചെയ്തു വെച്ച പണിയാണ്. കാരണം ഭൂരിപക്ഷം MLA സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇവർക്ക് പുള്ളിക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റൂ. എന്തുകൊണ്ടാണ് നമ്മുടെ VD സതീശന് ആൾക്കാരുടെ എണ്ണം കുറവാണ്, രമേശ് ചെന്നിത്തലയ്ക്കും പറയുന്ന MLA എണ്ണം കുറവായിരിക്കും. അപ്പൊ KCക്കായിരിക്കും ഏറ്റവും കൂടുതൽ MLA ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം ആർക്ക് കിട്ടും? സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം KCക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഒന്നിയിൽ ജയിച്ചാൽ പിന്നെ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത ഈ പറയുന്ന KCക്ക് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പിന്നെ ഈ പറയുന്ന VD സതീശനൊക്കെ തൽക്കാലം വെറുതെ വെള്ളം കോരി കല ഉടയ്ക്കാൻ വേണ്ടി വെള്ളം കോരുന്നു എന്ന് മാത്രം. പിന്നെ ഇനിയും അതല്ല, ഭരണം കിട്ടിയില്ലെങ്കിൽ മിക്കവാറും VD സതീശനായിരിക്കും KPC അധ്യക്ഷനായിട്ട് ചിലപ്പോൾ വരാനുള്ള സാധ്യത. പിന്നെ പ്രതിപക്ഷ നേതാവും അദ്ദേഹം തന്നെ ആവാനാണ് സാധ്യത. അപ്പൊ ഈ നിലയ്ക്കാണ് പോകുന്നത്. പക്ഷെ എന്തുതന്നെയാണെങ്കിലും സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ കാലം ഇതോടുകൂടി കഴിയും, ഈ തെരഞ്ഞെടുപ്പോടുകൂടി കഴിയും. മന്ത്രിയാകാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരിക്കൽ പോലും സണ്ണി ജോസഫിന് ഒരു താക്കോൽ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല. കാര്യം അത്രത്തോളം ഫ്ലോപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. തന്നെയല്ല, തെരഞ്ഞെടുപ്പ് ഫണ്ടുകളൊന്നും വളരെ കൃത്യമായി സ്ഥാനാർത്ഥികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴും ആ ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യമുണ്ട്. AICC അനുവദിച്ചെടുത്ത ഫണ്ട് എവിടേക്ക് പോയി? KPCCയിൽ വന്ന ഫണ്ട് യഥാർത്ഥത്തിൽ എത്തിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. തന്നെയല്ല, കണക്ക് അവതരണത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായ പാളിച്ച. ഒരു KPC അധ്യക്ഷൻ വന്നിരുന്നിട്ട് കണക്ക് അവതരിപ്പിക്കേണ്ട രീതിയിലായിരുന്നോ സണ്ണി ജോസഫ് വന്ന് വയനാട് പോലെ വളരെ ക്രിട്ടിക്കലായ ഒരു കേസിൽ വന്നിട്ട് സംസാരിക്കേണ്ടത് എന്നുള്ള ചോദ്യമൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വലിയ ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കും. അതൊക്കെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് എന്താ പറയുക, ഒരിക്കലും ആ നിലയ്ക്ക് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള, നയിക്കാൻ ശേഷിയുള്ള ഒരു നേതാവല്ല എന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാം.